കൂത്താട്ടുകുളം നഗരസഭ അവിടുത്തെ 26ാമത്തെ വാർഡിൽ 26ാം ഡിവിഷനിൽ ഇടയാറിൽ മമ്മൂട്ടിയുടെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നു. മായാവി. ഇത് കണ്ട സമയത്ത് എൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഇതേപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് മായാവി, ദാറ്റ് മീൻസ് മായാവി. അതോ കൂത്താട്ടുകുളത്ത് മായാവി മത്സരിക്കുന്നു. എല്ലാവരും കൂടി ആ കുട്ടിയെ മായാവിയാക്കി മാറ്റി. ഈ ഇലക്ഷൻ നിൽക്കുന്ന സമയത്ത് ഒരുപാട് ചെലവുകളുണ്ട്. ഇതെല്ലാം പാർട്ടിക്കാരൊന്നും കൊടുക്കൊന്നുമില്ല. എനിക്ക് അവരവർ തന്നെ എടുക്കണം. പ്രധാനമായിട്ടുള്ള പ്രശ്നം പോസ്റ്ററുകൾ ഒട്ടിക്കുക എന്നുള്ള, നോട്ടീസ്, പോസ്റ്ററുകൾ, ഫ്ലെക്സുകൾ, ഇതൊക്കെ വലിയ ചിലവാണ്. എങ്ങനെ പോയാലും ഏറ്റവും ചെറിയ രൂപത്തിലാണെങ്കിൽ പോലും ഒരു വാർഡിനകത്ത് എല്ലായിടത്തും ഒട്ടിച്ച് വരണമെങ്കിൽ ഒരു 5 ലക്ഷം രൂപ, 2.5 ലക്ഷം രൂപയെങ്കിലും പോക്കാം. പക്ഷേ കൂത്താട്ടുകുളത്തെ 26ാം ഡിവിഷനിൽ, നഗരസഭയിൽ 26ാം ഡിവിഷനിൽ മത്സരിക്കുന്ന മായ എന്ന് പറയുന്ന കുട്ടി ഭാഗ്യവതിയാണ്. ലക്ഷോപലക്ഷം രൂപയുടെ പബ്ലിസിറ്റി അവരറിയാതെ തന്നെ അവർക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നത് അതാണ്. കേരളത്തിൽ എല്ലാവരും അത് ഏറ്റെടുത്തു കഴിഞ്ഞു. ഓപ്പൺ മീഡിയയിൽ എവിടെ നോക്കി കഴിഞ്ഞാൽ അതേ ഉള്ളൂ. ഒരു ഭാഗ്യം തന്നെയാണ് കേട്ടോ അത്. ആ കുട്ടിയുടെ ഇൻ്റർവ്യൂകളും നിറച്ച് ഇൻ്റർവ്യൂകൾ വരുന്നുണ്ട്. നന്നായിട്ട് സംസാരിക്കുന്ന കുട്ടിയാണ്. കാര്യഗൗരവമുള്ള ഒരു കുട്ടിയാണ്. ജയിച്ചാൽ നല്ലതാണ്. LDF സ്ഥാനാർത്ഥിയാണ്, CPMൻ്റെ സ്ഥാനാർത്ഥിയാണ്. അവിടെ ആ കുട്ടി ജയിക്കും. അതാ അവരുടെ സീറ്റാണ്. ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് കുറച്ചപ്പുറത്തായിട്ട് ഉള്ളൊരു വീട്ടിൽ കുട്ടിയുണ്ടായിരുന്നു. വെളുത്തേടത്തെ കുട്ടിയാണത്. വെളുത്തേടത്ത് അവർ ഈ മുണ്ടലക്കാനും പിടിക്കാനും അങ്ങനെയുള്ള ഒരു സമുദായമാണ്. വിളക്കത്തലയന്മാർ പറഞ്ഞാൽ മുടി മുറിക്കുന്നവർ. വെളുത്തേടത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സവർണന്മാർക്ക് തുണി മുണ്ടൊക്കെ അലക്കുന്നതാണ് വെളുത്തേടന്മാരെന്ന് പറയുക. അപ്പം ഈ കുട്ടിയുടെ ഇനീഷ്യൽ V എന്നാണ്. കുട്ടിയുടെ പേര് ആശ എന്നാണ്. V ആശ, വെളുത്തേടത്ത് ആശ. ഈ കുട്ടി എന്നെക്കാളും ഒരു വയസ്സിനോ മറ്റോ താഴെയാണ്, ഒരു ക്ലാസ്സിന് താഴെയാണ് ഈ കുട്ടി. അവിടെ അതുവരെ ആരും അറിയാത്ത, ആരും മനസ്സിൽ ചിന്തിക്കാത്ത ഒരു കാര്യം ഏതോ ഒരു വികടൻ ചിന്തിച്ചു. ഒരു ദിവസം അവിടെയുള്ള ബോർഡും എഴുതി വച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടി ക്ലാസ്സിൽ ലീഡറാണ്. പെൺകുട്ടികൾക്ക് ലീഡറുണ്ട്, ആൺകുട്ടികൾക്ക് ലീഡറുണ്ട്. അവിടെ മാഷില്ലാത്ത സമയത്ത് കുട്ടികൾ സംസാരിക്കുന്നുണ്ടോ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്, ലഹളി ഉണ്ടാക്കുന്നുണ്ടോ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുട്ടികൾ ഇങ്ങനെയൊക്കെ ഉണ്ട് ക്ലാസ് ലീഡർ. അപ്പോൾ ഈ കുട്ടിയുടെ പലർക്കും ദേഷ്യം ഉണ്ടാവുമല്ലോ, അവനൊക്കെ അടി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഏതോ ഒരു പയ്യൻ അവിടെ എഴുതി വെച്ചു എന്നിട്ട് കുറെ കുത്തിട്ടിട്ട് ശവി എന്ന് എഴുതി വെച്ചു. ആ ശവി. ഈ കുട്ടി കരച്ചല്ലേ. ഞാൻ അന്ന് 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ മറ്റേ പഠിക്കുമ്പോഴാണ്. മാഷ് വന്നു, ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. കാരണം ഇത് ഒറ്റയ്ക്ക് ചെയ്ത കുറ്റകൃത്യമല്ല, 3-4 പേര് കൂടിയിട്ട് ആസൂത്രണം ചെയ്തതാണ്. ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റ് കൊണ്ട് ആളെ പിടികിട്ടി. അതിലവർ സംശയം തോന്നുന്ന രീതിയിൽ പെരുമാറുന്ന 2-3 ആൺകുട്ടികളുണ്ട്. അതിലൊരുത്തനെ വിളിച്ചിട്ട് പറഞ്ഞു, നീയാണോ അത് എഴുതി വെച്ചത്? ഞാനല്ല. നീയാണെന്ന് പറഞ്ഞല്ലോ, നീയാണെന്ന് കണ്ടല്ലോ, അതിൻ്റെ ആളുകൂടി ഉണ്ടല്ലോ, കൈ നീട്ടണമെന്ന് ചോദിച്ചു. ഞാനല്ല സുഭാഷ. അവിടെ സത്യം പറഞ്ഞു. അടി കിട്ടുന്ന എപ്പോഴുള്ള സത്യം പറഞ്ഞു. എപ്പോഴാണ് ചെയ്തത്? ഇപ്പോഴാണ് ചെയ്തത്. എന്തിനു പറഞ്ഞു?
അവിടെ ഇരിക്കുന്ന ആ പയ്യൻ അപ്പം തന്നെ ക്ലാസ്സിൽ നിന്ന് ഹെഡ് മാസ്റ്റർ കാണാൻ ഓടിപ്പോവുക ചെയ്തത്. ഓടിപ്പോയി അവൻ. 2 ദിവസം സ്കൂളിൽ വന്നില്ല. എന്തായാലും മാഷ് പറഞ്ഞു ഇനി അങ്ങനെ പാടില്ല. സ്കൂളിൽ ഇനീഷ്യൽ പുറകിലാണ് പറയുക. വിശ്വനാഥൻ KS, ജവഹർ PK എന്നൊക്കെയാണ് പറയുക. ആ കൂട്ടത്തിലാണ് ഈ പേര് പറഞ്ഞ് ആശ വി എന്ന് പറഞ്ഞത്. അതാണ് ഇവൻ കൊണ്ട് ആ ഷബീനാക്കി മാറ്റിയത്. അതുകൂടിയിട്ട് അദ്ദേഹം ഈ ക്ലാസ്സിൽ പേര് വിളിക്കുന്ന സമയത്ത് ആശ വി, അപ്പം ആ കുട്ടി പറയും പ്രസന്റ് ടീച്ചർ എന്ന്. അത് മാറ്റി വി ആശ എന്നാക്കി മാറ്റി. പക്ഷേ എല്ലാവരെയും പേര് വിളിച്ചതിന് ശേഷം വി ആശ എന്ന് പറയുമ്പോൾ അവിടെ ഇവിടെ ഒരു മർമറി കേൾക്കാം, ആ ഷവി എന്നും പറഞ്ഞ് പലരും അതിൻ്റെ പേര് അടി വാങ്ങിച്ച് കെട്ടിയിട്ടുണ്ട്. എന്തിനു പറയുന്നു, ആ കുട്ടിയുടെ പേര് അങ്ങോട്ട് ഉറച്ചുപോയി. എന്താണ് ആ ഷവി എന്നുള്ള പേര്? വളരെ വർഷങ്ങൾക്ക് ശേഷം ഒരു 5-8-10 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഒരിക്കൽ 5-8 വർഷം 10-18 വർഷമായിട്ടുണ്ടാവണം, തൃശ്ശൂർ ബാറ്റ ഷൂമാർട്ടിന് മുമ്പിൽ കൂടെ നടന്നു പോകണം. 2-3 കുട്ടികൾ കൂടിയുണ്ട്, പ്രായപൂർത്തിയായിട്ടുള്ള കുട്ടികളൊക്കെയാണ്, ഭർത്താവും ഉണ്ട്. എനിക്ക് ഈ കുട്ടിയെ കണ്ടപ്പോൾ മനസ്സിലായി. കാരണം ഈ കുട്ടിയുടെ കണ്ണ് വെള്ളാരം കണ്ണാണ്, പൂച്ചക്കണ്ണാണ്. ഒന്ന് നോക്കിയപ്പോൾ എന്നെ മനസ്സിലായി ഇത് നമ്മളുടെ മറ്റേ ആശ ആണല്ലോ. ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ തടഞ്ഞു നിർത്തി. അപ്പോൾ ആ കുട്ടി ആദ്യം തന്നെ താടി മുടി വളർത്തിയിട്ട് ഒരു മഞ്ഞവസ്ത്രധാരി, പക്ഷെ ഇങ്ങനെ വെറുതെ തടഞ്ഞു നിർത്തല്ലോ, ഫുട്പാത്തിലാ. ആശയല്ലേ എന്ന് ചോദിച്ചു. അയ്യോ അതെ, എനിക്ക് മനസ്സിലായില്ലല്ലോ സാറിന്. ഞാൻ രമേശാടോ, ശങ്കരമേൻ്റെ തന്നെ. ഞാൻ പറഞ്ഞു വളരെ കാലങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുമ്പോൾ എത്ര ആളെ കണ്ടുമുട്ടിയാലും പഠിക്കുന്ന കാലത്ത് കുട്ടികളെ പിന്നെ കണ്ടുമുട്ടുമ്പോൾ അങ്ങനെയല്ലേ. നമുക്കവിടെ ഭാരത് ഹോട്ടലിൽ പോയിട്ട് ചായ കഴിക്കാമെന്ന് പറഞ്ഞു. അവിടെ പോയിട്ട് ചായ കഴിക്കാണ്ട് കുട്ടികൾക്ക് ആഹാരം എന്നൊക്കെ ആയിട്ടാണ് കഴിക്കുന്ന സമയത്ത് പറഞ്ഞു, ഭർത്താവിനെ അറിയോ തൻ്റെ കാര്യം? ഭർത്താവ് നോക്കിയാൽ എന്താണോ സ്കൂളിൽ വെച്ചിട്ട് വല്ലേ, എല്ലാം അറിയാം സ്വാമി, എല്ലാം അറിയാം. ദേഷ്യം വരുമ്പോൾ ആ പേരെന്നെ വിളിക്കുകയാണ്. ആ ഷവി എന്നുള്ള പേര് ഭർത്താവിനും അറിയാം. അതിങ്ങനെ പരമ്പരയായിട്ട് തുടരുകയാണ്. ഇപ്പം ഈ മായാവിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഓർമ്മ വന്നതാണ്. മായാവി കുഴപ്പമില്ല, അതൊരു രസകരമാണ് വാസ്തവത്തിൽ. ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് മായാവി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് ചീത്തപ്പേരല്ലോ. പക്ഷെ ആ ഷവി എന്ന് വിളിച്ചാലോ അത് അപകടമാണ്. എന്നാലും ആ പേര് ഉറച്ചു. ഇനി ഇവരുടെ മക്കളെ ഉറപ്പാണ്, ഇവരുടെ മക്കളെ ആൾക്കാർ പറയും മായാവിയുടെ മക്കളെന്ന്. ഭർത്താവിനെ കാണുമ്പോൾ ചിലപ്പോൾ പറയും മായാവിയുടെ ഭർത്താവ് എന്ന്. അച്ഛനെ കാണുമ്പോൾ പറയും മായാവിയുടെ അച്ഛൻ. ഇനി ജയിച്ചു പോയിട്ട് പഞ്ചായത്തിൽ വന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നല്ലത് ചെയ്താൽ പറയും ആ മായാവി മിടുക്കിയാണ്, അവൾ വിചാരിച്ച കാര്യങ്ങൾ അവൾ ചെയ്യും. എന്തെങ്കിലും മോശമായി കഴിഞ്ഞാൽ പ്രതിപക്ഷക്കാർ പറയും മായാവി സ്വഭാവം ഇവിടെ എടുക്കരുതെന്നൊക്കെയും പറയും. മായാവി ഉറച്ചു. ഇനി മായയില്ല, മായാവിയേ ഉള്ളൂ. പണ്ട് ഒരു നായരുടെ കഥയുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. നായരുടെ വീടിൻ്റെ മുമ്പിൽ മുളങ്കൂട്ടം ഉണ്ടായിരുന്നു, മുള. അപ്പം ആരെങ്കിലും ഈ നായരുടെ വീട്ടിൽ എന്തെങ്കിലും കാര്യത്തിൽ വരുമ്പോൾ അവിടെ വാൻശാലിനാണ് ബസ് സ്റ്റോപ്പ്, വാൻശാലിൻ്റെ മുമ്പിൽ. ആ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ആൾക്കാർ ചോദിക്കും നമ്മളുടെ നായരുടെ വീട് എവിടെയാണെന്ന് ചോദിക്കും. ഇത് ആ നായരുടെ വീട് പേര് പറഞ്ഞിട്ട് അതേതാടോ ആ നായർ? നമ്മുടെ ആ മുളയൻ നായരില്ലേ അത് ഇവിടുന്ന് അങ്ങനെ 100 അടി നടക്കുമ്പോൾ ഇത് അപ്പുറത്ത് മുള കാണാം, അതാണ് ആ മുളയൻ നായരുടെ വീട്. മുളയൻ നായരോ? ഞങ്ങളങ്ങനെ വിളിക്കാറ്. ഇത് ഇയാളുടെ വീട്ടിലെത്തി. വീടിൻ്റെ മുമ്പിൽ മുളങ്കൂട്ടുള്ളതുകൊണ്ടാണ് ഇയാളെ മുളയൻ നായരെന്ന് വിളിക്കുന്നത്. ഇനി അങ്ങനെ ആരും വിളിക്കാൻ ഇടവരരുത്. അയാൾ എന്ത് ചെയ്തു? ആ മുള മുഴുവൻ വെട്ടിക്കളഞ്ഞു. അതോടുകൂടി മുളയൻ നായർ എന്നുള്ള പേര് അസ്തമിച്ചു. പക്ഷേ വേറൊരു പേര് ഉദിച്ചു വന്നു, വെട്ടിമുളയൻ നായർ. മുള വെട്ടിയല്ലോ,
അപ്പോൾ വെട്ടിമുളയൻ നായരായി. പോരെ പൂരം. അവസാനം അയാൾ വിട്ടുകൊടുത്തില്ല. ആ മുള മുഴുവൻ വെട്ടിക്കളഞ്ഞ മുളയുടെ കുറ്റി മുഴുവൻ പറിച്ചെടുത്ത്, ഇന്നത്തെ പോലെ JCB കൊടുന്ന് കടകടം തന്നെ പറിച്ചെടുക്കാനൊന്നും പറ്റില്ല. ആഴ്ചകളോളം പ്രയത്നിച്ച ആളുകളെ വെച്ച് അത് പറിച്ചെടുത്ത് അതിൻ്റെ കുറ്റിയുടെ ആ ഭാഗം മുഴുവൻ കരിച്ചു കളഞ്ഞു. അവിടെയുള്ള ചപ്പ് ചറവും കൊണ്ട് കരിച്ചു കളഞ്ഞു. ഇനി എന്ത് ചെയ്യുന്നതാണ് ചോദ്യം. അതോടുകൂടി ഈ സംഭവം ഉണ്ടാകുന്ന സമയത്ത് എനിക്കത് വളരെ ചെറുപ്പമാണ്, കേൾവിയേ ഉള്ളൂ എനിക്ക്. അയാൾ മരിച്ചു പോയിണ്ടാവും. അയാളുടെ മക്കളുണ്ട്, മിലിറ്ററിയിലുള്ള ആളുണ്ട്, വിജയൻ എന്ന് പറഞ്ഞ ആളുണ്ട്. അയാളെ പോലും ഇപ്പോൾ വിളിക്കുന്നത് എന്താ അറിയാമോ? മുളയൻ നായർ, വെട്ടിമുളയൻ നായരായി. അത് കഴിഞ്ഞ് അത് കംപ്ലീറ്റ് കരിച്ചു കളഞ്ഞ സമയത്ത് എന്തായെന്നറിയോ? കരിവെട്ടി മുളയൻ നായരെന്നായി. ഇപ്പോൾ വിജയൻ, നാരായണൻകുട്ടി, അങ്ങനെ 2-3 മക്കളുണ്ട് അവിടെ. എന്നേക്കും പ്രായമുള്ള ആൾക്കാർ, എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള ആൾക്കാർ. അവരേക്കും പറയുന്നത് കരിവെട്ടി മുളയൻ വിജയൻ, കരിവെട്ടി മുളയൻ നാരായണൻകുട്ടി എന്നൊക്കെയാണ് വിളിക്കുന്നത്. അതങ്ങോട്ട് ഉറച്ചു പോയി. എന്തായാലും മായക്കിനി പരവേശപ്പെടേണ്ട ആവശ്യമില്ല. മായാവി എന്നുള്ള പേരല്ലേ. മമ്മൂട്ടിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് മമ്മൂട്ടിയുടെ റെക്കമെൻഡേഷനൊക്കെ എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് പോസ്റ്റർ ഇറക്കിയിട്ടുള്ളത്. പോരെ, വോട്ട് കിട്ടാൻ വേറെ വല്ലതും വേണോ? ഭാഗ്യവതിയാ, LDF കാരിയാ. വിജയാശംസകൾ. നമസ്കാരം.